നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾ പിന്നെന്ത് ചെയ്യുന്നു എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ജില്ലയിലെ സമാപനമായി SSF വെസ്റ്റ് ജില്ലാ സ്റ്റുഡൻസ് കൗൺസിൽ നാളെ ചെമ്മാട് കുത്തുബുസമാൻ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 ഡിവിഷനുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ 170-ലധികം പേർ കൗൺസിലിൽ പങ്കെടുക്കും. 892 യൂണിറ്റ്, 101 സെക്ടർ, 12 ഡിവിഷൻ കൗൺസിലുകളും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും ജില്ലാ പ്രീ കൗൺസിലും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജില്ലാ സ്റ്റുഡൻസ് കൗൺസിൽ നടക്കുന്നത്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബു ഹനീഫുൽ ഫൈസി തന്നല സംഗമം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ഫിർദോസ് സുറൈജി സക്കാഫി, സംസ്ഥാന സെക്രട്ടറി സാബിർ സക്കാഫി എന്നിവർ വ്യത്യസ്ത സെഷനുകൾക്ക് നേതൃത്വം നൽകുമെന്നും വൈകിട്ട് 4:30 101 സെക്ടർ ഘടകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇസക്കോഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി റാലിയോടെ കൗൺസിൽ സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റുഡൻസ് കൗൺസിൽ നാളെ ചെമ്മാട് വെച്ച് നടക്കാനിരിക്കുകയാണ്. ചെമ്മാട് കുത്തുബുസമാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം SSFൻ്റെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസാക്കോഡ് സന്നദ്ധ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള റാലിയോടുകൂടി കൗൺസിൽ ചെമ്മാട് ടൗണിൽ സമാപിക്കും. സ്റ്റുഡൻസ് കൗൺസിൽ സംഘടനയുടെ അടിസ്ഥാനപരമായ നയരൂപീകരണ വേദി കൂടെയാണ്. ഓരോ കാലത്തും വിദ്യാർത്ഥികളിൽ പടരേണ്ട ആശയങ്ങളെക്കുറിച്ച്, വിശേഷിച്ചും മൂല്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുന്ന, മൂല്യങ്ങളെ കടലെടുക്കും വിധമുള്ള ആശയപ്രചരണങ്ങൾ അരാഷ്ട്രീയപരമായും അരാജകത്വപരമായും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ കാല വിദ്യാർത്ഥികളിൽ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ആശയപ്രചരണങ്ങൾ എങ്ങനെ സാധ്യമാക്കുമെന്ന ആലോചന കൂടി സ്റ്റുഡൻസ് കൗൺസിൽ നടക്കും. ജില്ലയിലെ 12 ഡിവിഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 150 കൗൺസിലേഴ്സും അതോടൊപ്പം ജില്ലാ ഭാരവാഹികൾ ഉൾക്കൊള്ളുന്ന എക്സിക്യൂട്ടീവ് അടങ്ങി ഏകദേശം ഒരു 170-ലധികം പേർ കൗൺസിലിൽ രാവിലെ മുതൽ പങ്കെടുക്കും. വൈകുന്നേരം നടക്കുന്ന റാലിയിലേക്ക് ജില്ലയിലെ 101 സെക്ടറുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 1000-ലധികം പ്രവർത്തകരാണ്, സന്നദ്ധ വോളണ്ടിയേഴ്സാണ് അതിൽ സംബന്ധിക്കുന്നത്. 12 ഡിവിഷനിലെയും അതുപോലെ തന്നെ 892 യൂണിറ്റ്, 101 സെക്ടർ എന്നീ ഘടകങ്ങളിലൊക്കെ കൗൺസിലും പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലയിലെ ഈ കൗൺസിൽ നാളെ നടക്കുന്നത്. ജില്ലാ കൗൺസിലിൽ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കപ്പെടും. കൗൺസിലിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗം അബു ഹനീഫുൽ ഫൈസി ഉസ്താദാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത സെഷനുകൾക്ക് ആഗോളതലത്തിലെ ചില സംഘങ്ങളുടെ ആശയ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ഒരു സെഷനും, അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മൂല്യങ്ങളുടെ ചോർച്ചയുടെ കാലത്ത് കലരുന്ന കൾച്ചറിനെ കുറിച്ച് ഒരു സെഷനുമാണ് നടക്കുക. ഇതിന് സംസ്ഥാന പ്രസിഡന്റ് ഫിർദൗസ് സക്കാഫി, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി സാബിർ സക്കാഫി എന്നിവർ നേതൃത്വം നൽകും. ജില്ലയിലെ മറ്റു പ്രാസ്ഥാനിക ഘടകങ്ങളുടെ നേതാക്കൾ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി, അതുപോലെ തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി,
പറവൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രാസ്ഥാനിക നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീൽ ഹസനി, ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സ്വാദിഖ് തെന്നല, ജില്ലാ സെക്രട്ടറി ടി അബൂബക്കർ, ഡിവിഷൻ ഭാരവാഹികളായ മുഹമ്മദ് ജൗഹരി, അസ്ഹർ ചെമ്മാട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.